ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നമുക്കൊപ്പമുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇപ്പോൾ നമ്മളുടെ ഈ ഉഷയുടെ മകൻ ഷിബിനാണ് നമ്മളോട് പ്രതികരിച്ചത്. ഉഷയുടെ പ്രതികരണവും ഒരുപക്ഷെ മിനിസ്റ്റർ കേട്ടിട്ടുണ്ടാവും. ഇന്നലെ ഗുരുതരമായൊരു വീഴ്ചയല്ലേ, ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് കേട്ടു. എങ്ങനെയാണ് ഇപ്പോൾ നടപടികളിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നറിയുന്നു. അവിടേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. എങ്ങനെയാണ് വിലയിരുത്തുന്നത് മിനിസ്റ്റർ? തീർച്ചയായിട്ടും അതെ. അതായത് ഈ ഒരു സർജറി നടക്കുമ്പോൾ ഉള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാതെ അതിലെ അലംഭാവം, ഗുരുതരമായിട്ടുള്ള വീഴ്ച, ഇതൊക്കെയാണ് ഇതില് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നലെ ഇത് വിഷയം അറിഞ്ഞപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിരുന്നു. ഇന്ന് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് അല്ലാത്ത മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹയർ മെഡിക്കൽ ടീം കൂടി അവിടെ പരിശോധന നടത്തും. ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇത് 5 ലക്ഷങ്ങൾക്ക് മുൻപുള്ള ഒരു സർജറിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ആ വ്യക്തി അനുഭവിച്ച വിഷമം, വേദന, അത് ഒരു കാരണവശാലും അതിനൊരു തരത്തിലുള്ള ന്യായീകരണങ്ങളും ഉള്ളതല്ല. ഇതിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ആ സർജറി ചെയ്ത ടീമിന് നേതൃത്വം നൽകിയ ഡോക്ടർ തന്നെ 5 വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്തു എന്ന് കേൾക്കുക. അതായത് 2021 മെയ്യിൽ തന്നെ ആ ഡോക്ടർ റിട്ടയർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായാലും ഇത് വളരെ കൃത്യമായി അന്വേഷിക്കുകയും അതിന് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവരൊരു സ്വകാര്യ കൺസൾട്ടൻസി നടത്തിയിരുന്നു, അതിനുശേഷമാണ് സർജറി ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതായത് 5 വർഷങ്ങൾക്ക് മുൻപോ? അതെ. അതായത് സർജറിക്ക് മുമ്പ് ഈ ലളിതാംബിക ഡോക്ടറെ വീട്ടിൽ പോയി കണ്ട് ഒരു കൺസൾട്ടിങ് ഫീയും കൊടുത്തു എന്നാണ് ഷിബിൻ ഇപ്പോൾ പറയുന്നത്. അത് ഇപ്പോ ഞാൻ ഈ ശ്രീമതി ഉഷ ജോസഫ് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനി ബാക്കി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. ഇതില് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് നോൺ പ്രാക്ടീസ് ലീവൻസ് ഉൾപ്പെടെ നൽകുന്നുണ്ട്. അപ്പോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിയമം പാടില്ല. അങ്ങനെയുള്ളവർ പ്രാക്ടീസ് ചെയ്തിട്ട്, ഇത് ഒരു ഇടക്കാലത്ത് വളരെ ശക്തമായി പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ അത് നടപടിയെടുത്ത് ഈ ഗവൺമെന്റ് വളരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു കുറച്ചു പേർക്കെതിരെ. പക്ഷെ ഇതിപ്പോ ഒരു കുറെ വർഷങ്ങൾക്ക് മുൻപുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും എന്താണെന്നുള്ളതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവര് പരിശോധിക്കട്ടെ. ഇത് ഈ രോഗി അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് 15/5/2021 അല്ലേ, മെയ് മാസത്തിൽ? അതെ. ഇന്നലെ അന്നത്തെ ഓഫീസ് ഷീറ്റുകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ കാണുന്നത് 10/5/2021 അവിടെ അഡ്മിറ്റ് ചെയ്തതെന്ന് കാണുന്നു. 12/5/2021 അവിടെ സർജറി നടന്നത്. 3.5 കിലോ ഭാരമുള്ള ഒരു ഫൈബ്രോയിഡ് ആണ് അത് റിമൂവ് ചെയ്തത്. ആ സർജറി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത് 15/5/2021 എന്നുള്ളത് കാണുന്നു. പിന്നീട് 21 വർഷങ്ങൾക്ക് മുൻപാണ് ഡെലിവറി. അത് ഒക്കെ ഉണ്ടായിരുന്നത്. വേറൊരു സർജറി ചെയ്തിരുന്നു 23 വർഷങ്ങൾക്ക് മുൻപ്. അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചെയ്തത്. അതായത് 23 അല്ല, ഈ വ്യക്തിക്ക് 23 വയസ്സുള്ളപ്പോ വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു സർജറി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോ അതിനുശേഷം ലാസ്റ്റ് സർജറി, പറഞ്ഞ സർജറി നടന്നിട്ടുള്ളത് 12/5/2021. അപ്പൊ അതിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൽ കൃത്യമായ അലംഭാവം, വീഴ്ച ആരൊക്കെയാണ്. അപ്പോ 2017 ഹർഷീനയുടെ വിഷയം, അന്ന് ആ സർജറി നടന്നത് 2017. അപ്പൊ അന്ന് നമുക്ക് സർക്കാരിന് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതിന് അനുമതി നൽകി, വകുപ്പ് അനുമതി നൽകി. പിന്നീട് അതിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പൊ അങ്ങനെ നിയമപരമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ വകുപ്പിന്റേതായിട്ട്. നമുക്ക് അവർ പറഞ്ഞത്, എനിക്കൊരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ, ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് സർജറി നടക്കുക, കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതല്ലേ ഇനി മിനിസ്റ്റർ? അതായത് 2 രീതിയിലാണ് ഇപ്പോ ഈ രണ്ടും അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 2 സർജറികളാണ്. ഇതിനു മുൻപ് നടന്നതാണ് മറ്റേ കോഴിക്കോടുള്ള ഒരു ആ വിഷയം. അപ്പൊ അതിൽ നമ്മൾ സ്വീകരിച്ച നിലപാട്
അതിലൊരു പ്രാഥമികമായിട്ടുള്ള ഒരു തുക നൽകുക. പിന്നെ കേസ് നടക്കുവാണല്ലോ ഇപ്പം, അതിലും കേസ് നടന്ന് കോടതി എന്താണോ അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അതിൽ തന്നെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടൊരു തുക കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. പിന്നീട് കേസുമായിട്ട് പോവുകയും സർക്കാർ തന്നെ അതിന് മുൻകൈ എടുക്കുകയും ഈ ആരോഗ്യ പ്രവർത്തകരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഈ കേസിലും അതുപോലെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ കോടതികൾ നിശ്ചയിക്കുന്നതനുസരിച്ച് തന്നെ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇപ്പൊ ഈ ആശുപത്രിയിലെ ഈ അമൃത ഹോസ്പിറ്റലിലെ ചെലവ് സർക്കാർ ഏറ്റെടുക്കുകയല്ലേ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുക? പെട്ടെന്ന് അവരുടെ കയ്യിൽ പൈസയും ഇല്ല, തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഇതിപ്പോൾ KC വേണുഗോപാലൊക്കെ വിഷയം ഇടപെട്ടിട്ടുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും. ഈ സർജറി ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റ് നിശ്ചയിച്ചിരുന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ എന്താണെന്ന് നോക്കട്ടെ, നമുക്കത് തീർച്ചയായിട്ടും പരിശോധിക്കാം. ഇപ്പോ ആ വ്യക്തിക്കൊപ്പമാണ് ഗവൺമെന്റ് നിൽക്കുക. ആ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതുപോലെ നേരത്തെ പണം വാങ്ങിച്ചു, സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നിടത്ത് പോയി പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് തന്നെ നമുക്കിപ്പോ ചിലപ്പോൾ ഇത്രയും വർഷങ്ങൾ മുൻപുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് എത്തരത്തിൽ തെളിയിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ അത് അന്വേഷണം പോലീസും മറ്റു സംവിധാനങ്ങളും തീരുമാനിക്കട്ടെ. ബാക്കി തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ട നിയമ നടപടികൾ എന്തൊക്കെയാണോ അത് ഗവൺമെന്റ് സ്വീകരിക്കും. ഈ ഒരു കാര്യം കൂടി, ഈ ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെ ഇപ്പോൾ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഈ ചില്ല് നീക്കാതെ മുറിവ് തുന്നിക്കിട്ടിയെന്നാണ്. അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. നോക്കാം, ഇതില് നമ്മൾ കാണേണ്ടത് ഇപ്പോ എന്റെ ഒരു അറിവിൽ ഇപ്പൊ 3 സംഭവങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുപോലെ. അതായത് ഈ കത്രികയുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇതുപോലെ വന്നിരുന്നു. അതൊരു 1.5-2 വർഷം മുൻപാണ് വന്നത്. അപ്പോ ഒരു സ്വകാര്യ ആശുപത്രി ഇതുപോലെ തന്നെ സിസേഴ്സ് തുന്നി അകത്ത് വെച്ച് തുന്നി സെറ്റ് ചെയ്യുന്നുള്ളത് ഒരു വിഷയം പറഞ്ഞു. ഇത് സർക്കാർ ആശുപത്രിയാണെങ്കിലും സ്വകാര്യ ആശുപത്രി, പ്രത്യേകിച്ചും സർക്കാർ ആശുപത്രികളിൽ വളരെ കർശനമായി നമ്മൾ പറയുന്ന ഒരു കാര്യം, ആ പ്രോട്ടോകോൾ പ്രകാരം അത് മൈനർ പ്രൊസീജിയർ ആകട്ടെ, ഒരു ചെറിയ മുറിവ് പറഞ്ഞതുപോലെ അതിലാകട്ടെ, ഒരു വലിയ പ്രൊസീജിയർ ആകട്ടെ, അത് WHO ഉൾപ്പെടെ പുറത്തിറക്കിയിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരമാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ക്രമീകരണങ്ങൾ ഒരുക്കുക, അതോടൊപ്പം തന്നെ അവിടെ ആരോഗ്യ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക, മറ്റു ക്രമീകരണങ്ങൾ ഒരുക്കാന്നുള്ളതാണ്. ഇത് ഇൻഡിവിജ്വലായി ഓരോ ആരോഗ്യ പ്രവർത്തകരും ഉത്തരവാദിത്തോട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അവരുടെ പരിശീലനത്തിന്റെയും അവരുടെ തൊഴിലിന്റെയും ഭാഗമായി തന്നെ അവർ പാലിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ്. അത് ലോകാരോഗ്യ സംഘടനയുടെ ഉൾപ്പെടെയുള്ള ഗൈഡ് ലൈനുകളുണ്ട്. അപ്പൊ ആ ഗൈഡ് ലൈനുകൾ നിശ്ചയമായി പാലിക്കണം എന്നുള്ളതാണ്. അത് പാലിക്കാത്ത ഇത്തരത്തിൽ ഇത് ഗുരുതരമായിട്ടുള്ള ഇപ്പൊ ഈ ഒരു കേസിൽ പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള അലംഭാവമായിട്ട് വീഴ്ചയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. കാരണം ഒരു സർജറി ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എത്ര എക്യുപ്മെന്റ്സ് അതിന് ഒരു നഴ്സ് അതിന് ചുമതലപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിനൊരു ഓരോ തിയേറ്ററിലും അങ്ങനെ ചുമതലപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരുടെ ഡെസിഗ്നേറ്റഡ് ഡ്യൂട്ടിയാണ് എത്ര കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് എണ്ണുക. അതിനുശേഷം അത് എൻട്രി ചെയ്യുക രജിസ്റ്ററിൽ, ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി ഒരു പ്രൊസീജിയറിന് ശേഷവും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ അത് ചെയ്യാതെ അതിലൊരു അലംഭാവത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും അതില് നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇനി റിട്ടയർ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടെ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിയമപരമായിട്ടുള്ള അന്വേഷണ വിധേയമായിട്ട് തന്നെ നിയമപരമായിട്ട് അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ഈ മിനിസ്റ്റർ, ഞാൻ ഒന്നുകൂടി ഇത് ചോദിക്കുന്നത്, ഈ ഷിബിൻ നേരത്തെ നമ്മളോട് പറഞ്ഞത് ഈ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, അവർക്ക് കാര്യമായ സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ ഈ ശസ്ത്രക്രിയയുടെ ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ നടക്കുന്ന ശസ്ത്രക്രിയയുടെ അടക്കം ചിലവുകൾ സർക്കാർ ഏറ്റെടുക്കുന്നതായിരിക്കില്ലേ ഉചിതം എന്നുള്ളത് നോക്കാം. കാരണം ഇന്നലെ അവിടുത്തെ സ്ഥലം MLA-യും അവിടെ പോയിരുന്നു. MLA വിഷയം അവിടെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്നുള്ളത് അത് നോക്കട്ടെ. കാരണം ഇന്ന് വണ്ടാനത്തിന്റെ സർജറി ഡേറ്റ് നിശ്ചയിച്ചിരുന്നതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവരുടെ ഒരു താല്പര്യം, പക്ഷെ നമുക്ക് ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിലെ ഒരു ആശുപത്രിയുടെ ഭാഗത്ത് 5 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെങ്കിലും അവരിപ്പോ ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സ തേടുമ്പോൾ അതിന്റെ ഒരു ചെലവ് ഏറ്റെടുക്കുക എന്നുള്ളതൊരു പ്രാഥമികമായിട്ടുള്ള കാര്യം അല്ല. അതിലൊന്നും സർക്കാരിന് എതിരായിട്ടുള്ളൊരു വകുപ്പിന് എതിരായിട്ടുള്ളൊരു ഇതില്ല. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അറിയോ, ഇത് പലപ്പോഴും ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരിൽ നിന്ന് തന്നെ ഈടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് പക്ഷെ ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നുള്ളത് തീർച്ചയായിട്ടും നോക്കാം. അത് പരിശോധിച്ചിട്ട് എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് പ്രതികരിച്ചത്. ഗുരുതരമായ വീഴ്ചയാണെന്ന് മിനിസ്റ്റർ സമ്മതിക്കുന്നു.